ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു VR1 ചാനൽ. കണ്ണൂർ ജില്ലയിൽ മാത്തിൽ ചൂരലിനടുത്തുള്ള ഹരിതീർത്ഥകര വെള്ളച്ചാട്ടം വളരെ പ്രശസ്തമാണ്. അതിനടുത്തായി ഏകദേശം 10 ഏക്കറോളം വിസ്തൃതിയിൽ വിശാലമായി കിടക്കുന്ന കുന്നിൻ ചെരുവിൽ പ്രജീഷ് KV എന്ന യുവ കർഷകൻ വളരെ ശാസ്ത്രീയമായി ആധുനിക രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു ഹൈടെക് ഫാമിനെ കുറിച്ചാണ് VR1 ചാനൽ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. കഴിഞ്ഞ തലമുറയിലുള്ള കേരളീയ വീടുകളിലൊക്കെ വീടിനോട് ചേർന്നുള്ള ഒരു തൊഴുത്തും അതിൽ നിറയെ പാൽ ചുരത്തുന്ന പശുക്കളുമൊക്കെ അഭിമാനത്തിൻ്റെ, കുടുംബമഹിമയുടെ, പ്രൗഢിയുടെയും ഒക്കെ അടയാളങ്ങളായിരുന്നു. നന്ദിനി പശുവും അമ്മിണി പശുവുമൊക്കെ തൊഴുത്തിൽ നിന്നും വീട്ടുകാരുടെ ഹൃത്തിലേക്ക് ഗൃഹാതുരത്വം അയവിറക്കുന്ന നനുത്ത സ്നേഹബന്ധമായി മാറിയ കാലമായിരുന്നു. എന്നാൽ ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്ക് പാലെന്നാൽ പ്ലാസ്റ്റിക് കവറുകൾ ചുരത്തുന്ന വെളുത്ത ദ്രാവകം മാത്രമാണ്. പശുക്കൾ ഒഴിഞ്ഞ തൊഴുത്ത് ഗ്രാമീണ കേരളത്തിൻ്റെ അവശേഷിപ്പുകളായി മാറിയിരിക്കുന്നു. അതിൽ നിന്നും വ്യത്യസ്തമായി ചിലർക്ക് ഇന്നും കൃഷി എന്നാൽ തൻ്റെ ജീവിതത്തിൻ്റെ തന്നെ ഒരു ഭാഗമാണ്. അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ് മാത്തിൽ അരിയിൽ പ്രജീഷ് KV എന്ന യുവ സംരംഭകൻ. 365 ദിവസവും ശ്രദ്ധ വേണ്ടി വരുന്ന ഒരു വ്യവസായമാണ് ഡയറി ഫാമിംഗ്. പാലും പാലിൽ നിന്നുള്ള മറ്റ് വിൽപ്പന ചരക്കുകളും അതിവേഗം കേടാവുന്നതാകയാൽ അതീവ ശ്രദ്ധ ആവശ്യമുള്ള ഒരു മേഖല തന്നെയാണ് ക്ഷീര വ്യവസായം. ജേഴ്സി, HF, കാസർഗോഡ് കുള്ളൻ, ഗീർ, വെച്ചൂർ ക്രോസ്, ബ്രൗൺസിസ് തുടങ്ങി വിവിധ ഇനങ്ങളിൽപ്പെട്ട ഏകദേശം 70ഓളം പശുക്കളും 150ഓളം മുയലുകളും, കോഴി, കാട, താറാവ് കൂടാതെ വാഴ, തെങ്ങ്, മരച്ചീനി, നെല്ല് തുടങ്ങി അദ്ദേഹത്തിൻ്റെ കൃഷിക്കളം കാർഷിക പ്രേമികളെ അത്ഭുതപ്പെടുത്തുന്നു. കൃഷിയിലൂടെ ഏറ്റവും ഉയർന്ന വരുമാനം നേടുന്നവർ എന്നതിലുപരി തങ്ങളുടെ പരിമിതികളിൽ ഒട്ടും പതറാതെ എല്ലാ പ്രതികൂല അവസ്ഥകളെയും അനുകൂലമാക്കി എല്ലാ വെല്ലുവിളികളെയും അവസരങ്ങളാക്കി കൃഷിയിൽ പുത്തൻ വിജയഗാഥ രചിക്കുന്നവരാണ് ഇവർ. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ മികച്ച കർഷകനുള്ള അവാർഡ്, മികച്ച ഹൈടെക് ഫാമിനുള്ള അവാർഡ്, ക്ഷീരവികസന വകുപ്പിൻ്റെ 10 കിടാരി യൂണിറ്റ് തുടങ്ങി സർക്കാരിൻ്റെ നിരവധി അംഗീകാരങ്ങളും വിവിധ പദ്ധതികളും ഇതിനോടകം തന്നെ പ്രജീഷിനെ തേടി എത്തിയിട്ടുണ്ട്. പാരമ്പര്യമായി കിട്ടിയ അറിവും കുടുംബത്തിൽ നിന്നുള്ള അകമഴിഞ്ഞ പ്രോത്സാഹനവും കൊണ്ടാണ് തനിക്ക് ഈ നേട്ടങ്ങളൊക്കെ ലഭിച്ചതെന്ന് അദ്ദേഹം പറയുന്നു. ശ്രീ പ്രജീഷിൻ്റെ ഫാമിലെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. പേര് പ്രജീഷ്. പാരമ്പര്യമായിട്ടുള്ള ഒരു സിസ്റ്റമാണ് നമ്മൾ അച്ഛനായിട്ടാണ് തുടങ്ങിയത്. അവിടുന്ന് ഫാമിലേക്ക് നമുക്ക് പശുക്കളുണ്ടായിരുന്നു. 5ഉം 8ഉം 10ഉം ഒക്കെ ആയി. അതിനെ കെട്ടാൻ വേണ്ടിയിട്ട് ഒരു സൗകര്യത്തിന് വേണ്ടി നമ്മൾ ഈ ഒരു രീതിയിലേക്ക് മാറി. ആദ്യം ഇവിടെ ഒരു 10-20 ഉണ്ടായിരുന്നു. അത് നമ്മുടെ തന്നെ കുഞ്ഞുങ്ങളായ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ മാത്രമാണ് നമ്മളെ കഴിഞ്ഞത്. പിന്നെ ഏകദേശം 45-45ഓളം കുഞ്ഞുങ്ങളുണ്ട്. പിന്നെ കറവുള്ളത് 18 എണ്ണം മാത്രമേ ഉള്ളൂ. ഒരു 150 ലിറ്റർ സൊസൈറ്റിന് മാത്തൂർ സൊസൈറ്റിൻ്റെ കീഴിലാണ് പാലളക്കുന്നത്. ഏതൊരു കർഷകനും ഇന്ന് വരെ പശുവിനെ വളർത്തി ലാഭം എന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. അത് നടക്കാനുള്ള ചാൻസ് ഇല്ല. ഇത് നമ്മളെല്ലാം അങ്ങനെ ശീലം വന്നു പോയതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് മാത്രം. പിന്നെ ലാഭം ഉണ്ടാവും. തീറ്റ വില നമുക്ക് എത്രത്തോളം കുറക്കാൻ പറ്റും അതിനനുസരിച്ച് ലാഭം ഉണ്ടാവും. അത് 100% ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ നേടും എന്നുള്ളൊരു ആത്മവിശ്വാസം. ചാണകമൊക്കെ എന്ത് ചെയ്യുന്നു? ചാണകം ഇപ്പോൾ പുറമേ വിൽക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങോട്ടുള്ള റോഡ് സൗകര്യത്തിൻ്റെ ഒരു പ്രശ്നം വലുതായിട്ടുണ്ട്.
അത് മഴക്കാലത്ത് നമുക്ക് ഇത്രയും പശുക്കളുള്ളതുകൊണ്ട് ചാണകം നമ്മൾ ബയോഗ്യാസ് ഉപയോഗിക്കുന്നത് അല്ലാതെ ചാണകം ഉണക്കിയിട്ട് അങ്ങനൊരു സിസ്റ്റം ബയോഗ്യാസിന് നമ്മൾ സ്ലറി അടിച്ച് ഉണക്കി കൊടുക്കണമെന്നൊരു ഇത് നമ്മൾ പക്ഷേ വിൽപ്പന എന്നുള്ള കൊണ്ടുപോകാൻ ശരിയാണ്. പക്ഷേ ഇപ്പോൾ റബ്ബർ കർഷകർക്ക് ഒരു വളം വേണ്ടാത്തൊരു അവസ്ഥയാണ്. ഇതിന് മാർക്കറ്റ് ചെയ്യാമെന്ന് വലിയൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ പൊതുവെ പറയുന്നത് ചാണകം ഉണക്കിയ ചാണകം കിട്ടിയാൽ അത് ഒരു പരിധി വരെ ടൗണിലൊക്കെ ഭയങ്കര ടൗണിൽ വാങ്ങുന്നത് ആൾക്കാർ കുറഞ്ഞ ഒരു 10, 50, 100 കിലോ വേണം. നമുക്ക് അങ്ങനെയല്ലല്ലോ കൊടുക്കാനുള്ളത്. അപ്പോൾ ചാണകത്തിന് ഒരു പുതിയൊരു മേഖല കണ്ടെത്തേണ്ടി. തീറ്റ ഇത്രയും കാലം പുല്ല് വളരെ കുറവായിരുന്നു നമുക്ക്. ഇപ്പം പുൽക്കൃഷി നന്നായിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 2-2.5 ഏക്കർ 3 ഏക്കറോളം സ്ഥലത്തുണ്ട് നട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ചോളം നമുക്ക് ക്ഷീരവിഷനോട്ടുള്ള പൈമരുന്ന് കിട്ടിയ ഇപ്രാവശ്യം നട്ടിട്ടുണ്ട്. പിന്നെ ഇതും കൂടെ ആകുമ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ആവും. പുല്ല് ഇത്രയും കാലം ഞാൻ സൈലേജ് മാത്രമായിരുന്നു കൊടുത്തത്. കഴിഞ്ഞ വേനൽക്കാലത്ത് ഒരു കണ്ണി പുല്ല് പോലും ഉണ്ടായിരുന്നില്ല. സൈലേജ് മാത്രം കൊടുത്തിട്ട് വളർത്തിയത്. ഇപ്പോൾ നമുക്ക് ഏകദേശം എത്ര 6 ടൺ പുല്ല് സൈലേജ് ഒരു വർഷം ഒരു മാസം ഇറക്കിക്കൊണ്ടിരുന്നത് ഇപ്പോൾ വെറും 30-40 ചാക്കിലോട്ട് മാറി. അത്രയും നമുക്ക് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഒരു 1-2 മാസത്തിനുള്ളിൽ നമുക്ക് പുല്ല് പുറമേ നിന്ന് വാങ്ങേണ്ട ഒരു അവസ്ഥ ഉണ്ടാവില്ല. നമ്മുടെ മുന്നിൽ കുത്തിവെപ്പ് പരമാവധി സമയത്തുണ്ട്. എന്നാലും ചിലതിനൊക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. പിന്നെ കൂടുതൽ പാല് 24-25 ഇപ്പോൾ കുറഞ്ഞു ഒരു ദിവസം. അതിൽ താഴോട്ടുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരുപാട് പാലില്ലാകുമ്പം അസുഖം കൂടാൻ ഇല്ലതാണ്. പിന്നെ പുറമേ നിന്ന് ഒരു ഫാമിൽ നിന്ന് നമ്മൾ കർണാടകയിൽ നിന്ന് മൊത്തത്തിൽ ഒരു 10-15 എണ്ണത്തോളം അത്രയേ ഉള്ളൂ. 15 എണ്ണം നമ്മൾ വാങ്ങി. ഇപ്പം മൊത്തത്തിൽ നമുക്ക് 65 ട്രാക്ടറും വലുതെല്ലാം കൂടെ 65 എണ്ണമുണ്ട്. പിന്നെ ആദ്യം ഒരു 2 വർഷം മുമ്പ് അത് ഞാൻ സ്വന്തം ചെയ്തായിരുന്നു. സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കുറച്ചാൾ സ്തംഭിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് 100% എല്ലാവരും ഇത് വേണ്ട പറയുമ്പോൾ വിത്ത് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് 110% ഇത് വികസിപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്ന 100% ഉറപ്പുണ്ട്. ഇതിൻ്റെ ഇപ്പോൾ എത്ര അതിൻ്റെ കപ്പാസിറ്റി ഹൈഡ്രോപോണിക്? ഏകദേശം 30 ട്രേ 35 ട്രേ ഒക്കെ ഉണ്ട്. ഒരു സെറ്റപ്പിൽ ഞാൻ തന്നെ നമ്മൾ ഉണ്ടാക്കിയ എനിക്കൊരു 1 ലക്ഷം രൂപ മാത്രമേ 1.25 ട്രേ. കറണ്ട് ഇല്ല. കറണ്ട് നമുക്ക് 1.5 മണിക്കൂറിൽ 30 സെക്കൻഡ് മാത്രം. 1.5 മണിക്കൂർ ഇല്ല. പിന്നെ കുടിവെള്ള പദ്ധതിയൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഓണാവുന്ന അതേ ടൈമിൽ തന്നെ നമുക്ക് ഇതിനുള്ള ഫോഗറും കൂടെ ഓണാവും. അപ്പോൾ നമുക്ക് രണ്ടും കൂടെ ഒരേ ടൈമിൽ കറണ്ട് ചാർജ് കഴിഞ്ഞ് രണ്ടും കൂടെ ഉപയോഗിക്കാം. കറവ മെഷീൻ ഉപയോഗിക്കാറില്ല? ഇല്ല. കർഷകർക്ക് സമൂഹത്തിൽ മാന്യതയും അംഗീകാരവും ഉറപ്പാക്കുക എന്നതാണ് നമ്മുടെ കാർഷിക നയത്തിൻ്റെ ലക്ഷ്യങ്ങളിലൊന്ന്. കൃഷി എന്ന സാമൂഹ്യ ധർമ്മത്തിൽ പങ്കാളിയാവാൻ ഓരോ മലയാളിക്കും പ്രേരണ നൽകുന്നതാണ് ഈ കർഷക പ്രതിഭയുടെ ജീവിതം. കാസർഗോഡ് കുള്ളൻ, വെച്ചൂർ പശു, ഹൈറേഞ്ച് ഡ്വാഫ്, ബംഗാരി തുടങ്ങിയ ചെറിയ പശുക്കളെ നഗരപ്രദേശങ്ങളിലെ സൗകര്യം കുറഞ്ഞ സ്ഥലങ്ങളിലും വളർത്താവുന്നതാണ്. ഇത്തരം പശുക്കൾക്ക് വലിയ തൊഴുത്തോ മറ്റ് വിശാലമായ സൗകര്യങ്ങളോ ഒന്നും തന്നെ ആവശ്യമില്ല. മനസ്സിനെ കുളിരണിയിപ്പിക്കുന്ന പാടങ്ങളും കന്നുകാലികളും കാറ്റിൽ ചാഞ്ചക്കമാടുന്ന തെങ്ങോലകളുമൊന്നും ഇന്ന് കേരളത്തിൽ സുലഭമായ കാഴ്ചയല്ല. അത്തരമൊരു അപൂർവമായ കാഴ്ചയിലേക്ക് കൊണ്ടുപോയ ഈ വീഡിയോ നിങ്ങൾക്കേവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും